ദില്ലി ക്രിക്കറ്റ് അഴിമതി അന്വേഷണം അത് ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹം എത്രമാത്രം രൂക്ഷമാക്കുന്നു. അതോടൊപ്പം ഇത്തരം വിവാദങ്ങൾ കത്തി നിൽക്കെ പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ അപ്രതീക്ഷിത മിന്നൽ സന്ദർശനം. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം അരുൺ ജെയ്റ്റ്ലിക്കെതിരെ രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബീഹാർ എം.പി കീർത്തി ആസാദ് അരുൺ ജെയ്റ്റ്ലിക്കെതിരെ രൂക്ഷമായ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിൽ നേതൃതലങ്ങൾ എത്തി നിൽക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലിയെ പിന്തുണച്ച് ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ കീർത്തി ആസാദിനെ പിന്തുണച്ച് മറ്റൊരു വിഭാഗവും രംഗത്തെത്തുമ്പോൾ ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിൽ മിന്നൽ സന്ദർശനം നടത്തിയിരിക്കുന്നതും നവാസ് ഷെരീഫുമായി പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച, അതോടൊപ്പം അദ്ദേഹത്തിന് നേരിട്ട് പിറന്നാൾ ആശംസകൾ, അദ്ദേഹത്തിൻ്റെ ചെറുമകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക തുടങ്ങി അപ്രതീക്ഷിതമായ സന്ദർശനം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എസ്.ആർ. ശക്തിധരൻ, അതോടൊപ്പം അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, മാധ്യമപ്രവർത്തകൻ പി.വി. തോമസ്, അതോടൊപ്പം സ്പോർട്സ് നിരീക്ഷകൻ ദേവദാസ്. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ മറ്റ് അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ദേവദാസിലേക്ക്. ശ്രീ ദേവദാസ്, മറ്റുള്ളവർ അതിൻ്റെ രാഷ്ട്രീയപരമായ മാനങ്ങൾ നൽകുമ്പോൾ താങ്കൾക്കായിരിക്കും കൃത്യമായി ഈ വിഷയത്തെ അതിൻ്റെതായ രീതിക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയുടെ അഴിമതി ആരോപണങ്ങൾ ഒരു പുതിയ വാർത്തയല്ല. സിഡിയും അതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട്. 14 വ്യാജ കമ്പനികൾക്ക് അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, 87 കോടിയിൽ പരം രൂപയുടെ ബാധ്യത, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകളെ അഭിഭാഷകയായി നിയമിച്ചതടക്കമുള്ള വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ വന്നിട്ടുള്ളത് ലഫ്റ്റനന്റ് ഗവർണറുടെ വാക്കുകളാണ്. ഏകാംഗ കമ്മീഷനെ നിയമിക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ല. അഴിമതിയെക്കുറിച്ച് വാദോരാതെ നാം സംസാരിക്കുന്നു. അതിൻ്റെ അന്വേഷണം വരുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ ഇന്നത്തെ പ്രസ്താവന അത് ബി.ജെ.പിയുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത്തരം അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അവിടെ എടുക്കേണ്ട നടപടിയെ സാധൂകരിക്കുന്നതാണോ ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ നിലപാട്? അതോടൊപ്പം തന്നെ ഏതു തരത്തിലാണ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടത്? ഒന്ന് വൈകിപ്പോയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ? ഇത് എന്താ, എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ കറപ്ഷന് കവറപ്പ് ചെയ്യുന്നതെന്ന് നേർക്കാഴ്ചയായത്. ക്രൂസൈഡേഴ്സ് ഓഫ് കറപ്ഷൻ എങ്ങനെ ഇത് മൂടി വെക്കുന്നതെന്നുള്ള കാര്യമാണ് നേരെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ കീർത്തി ആസാദും ബിഷൻ സിംഗ് ബേഡിയും കൊടുത്തതാണ് ഈ കേസ്. അതിൻ്റെയാണ് SFIOവും മറ്റേ ഇൻറ്റേർണൽ പ്രോബും ഡൽഹി ഹൈക്കോടതിൻ്റെയും നിരീക്ഷണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 മിനിറ്റ് വേണം. എന്താ പറയുക, ഇതൊന്ന് ക്ലിയർ ആക്കണം. ക്രിക്കറ്റും ഇതുള്ള ഓട്ടോണോമസ് ബോഡിയാണ് BCCI. BCCIൻ്റെ കീഴിലുള്ള DDCA അത് 25 സെക്ഷൻ കമ്പനി. നമ്മളെ ഈ AGA മറ്റേ ജേർണലും മറ്റേ യങ് ഇന്ത്യ കമ്പനി പോലെ തന്നെയാണ് DDCയും. പ്രചരണം നടത്തുന്നത് ചിലരുടെ ആവശ്യമാണ്. എന്താണ് അരുൺ ജെയ്റ്റ്ലിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ആരോപണം? നേരത്തെ മറ്റേ തോമസ് പറഞ്ഞൊരു കാര്യം, കോമൺവെൽത്ത് ഗെയിംസും ഇതും രണ്ട് എൻറ്റർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഈ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് നിങ്ങൾ കീർത്തി ആസാദ് പറയും. യെസ്, അപ്പോഴും ആ ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിൽ അധികാരമില്ല എന്ന് പറയുമ്പോഴാണ് ദേവദാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും? പി.വി. തോമസ് പറയുന്നത് പുറത്തു വരിക അരുൺ ജെയ്റ്റ്ലിക്ക് കാര്യത്തിൽ പങ്കുണ്ടോ? ഗവൺമെന്റിന്റെ അവകാശം അത് ശരിക്കും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് തെറ്റല്ല. അവർ പ്രചരിപ്പിച്ചു. ഞാൻ ചോദിച്ചത്, ലോക്പാൽ ബില്ല് വന്നപ്പോൾ എന്താ സ്ഥിതി? ഒരു കൺസെന്റ് ഇല്ലാതെ അവതരിപ്പിച്ചിട്ട് അത് പാസ്സാക്കാൻ സ്പീക്കർക്ക് നിർദ്ദേശം കൊടുത്തു. സ്പീക്കർക്ക് ഗവർണർ നിർദ്ദേശം കൊടുത്തപ്പോൾ പിന്നെ അയാൾ പാസ്സാക്കാൻ അനുവദിച്ചിട്ടില്ല. അത് പിൻവലിച്ചുകൊണ്ട് പോയി. യെസ്, അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ ചോദിക്കുന്ന ആ ചോദ്യം, ദേവദാസ്, ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ ചുരുക്കി കാര്യമാത്രമായി ജെ.ആർ. പത്മകുമാറിനുള്ളൊരു മറുപടി, അത് ചോദ്യമായോ മറ്റോ? പത്മകുമാർ ഈ ആടിനെ പട്ടിയാക്കുന്ന തന്നെയാണ് വീണ്ടും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കീർത്തി ആസാദ് ആദ്യം പോയത് ഓട്ടോണമസ് ആയിട്ട് ഈ കമ്പനീസ് ആക്ട് ഒന്നുമല്ല, BCCIൻ്റെ കീഴിലാണ് DDCA വരുന്നത്. അതുകൊണ്ട് കീർത്തി ആസാദ് BCCIക്ക് കംപ്ലൈൻറ്റ് ചെയ്ത് ആദ്യം നടപടി എടുത്തില്ല. പിന്നെ മോഡി ഗവൺമെൻറ്റിൽ കൊടുത്തു, നടപടി എടുത്തില്ല. IP പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, ജെറ്റ്ലിക്കെതിരെ കേസ് എടുക്കൂ, തീവട്ടി കൊള്ള നടക്കുന്നത്, കേസ് എടുത്തില്ല. എന്നിട്ട് ഒരു രക്ഷയില്ലാണ്ടാണ് ഈ ആസാദും ഈ
ഇല്ല, സമീർ ബഹദൂറും കൂടിയിട്ട് കേജ്രിവാളിന് കൊടുത്തത്. അല്ലല്ല, serious fraud investigation officer പറഞ്ഞെന്താ? ഡൽഹിയിലെ Serious fraud investigation പത്മകുമാറിന് ക്രിക്കറ്റിൽ അറിയില്ല. പത്മകുമാർ ഇത് പത്മകുമാർ ഇത് ആടിനെ പട്ടിയൊക്കെ എന്തറിയാ? ഈ വസുന്ധര കേസ് എന്താന്ന് പറഞ്ഞാൽ 2005 സ്പോർട്സ് ആക്ട് പ്രകാരം ലളിത് മോഡി കാട്ടുകള്ളൻ ലളിത് മോഡിനെ കേറ്റാൻ അല്ലല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് അതല്ല. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനെതിരായിട്ട് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചത് 2014 ഈ BJP ഈ പരിപാടി ഇത് നടക്കൂല. പിന്നെ LG എന്തെന്നാന്ന് പറഞ്ഞാൽ പത്മകുമാർ നിയമജ്ഞല്ലേ, എന്താ പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് സ്പോർട്സ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഞങ്ങളുടെ കേരള ഹൈക്കോർട്ട് പറഞ്ഞു, ബാലാജി അയ്യങ്കാർ കേസിൽ പറഞ്ഞു, ഈ BCCI കംസ് അണ്ടർ ഈ പൊതു സേവകർ.